Welcome my dear students to our next class of Financial Markets and Institutions. Okay, our last class in the continuation ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എടുക്കാൻ പോവാണ്. And the last class that we have discussing about futures അല്ലേ, ഫ്യൂച്ചേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, what are the advantages and what are the disadvantages, ഇത്രയും നമ്മൾ എന്ത് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് അല്ലേ ടെർമിനോളജീസ്, ദാറ്റ് ഈസ് സം ടേംസ് യൂസ്ഡ് ഇൻ ഫ്യൂച്ചേഴ്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ഈസ് അണ്ടർലൈങ് ആസെറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചു, കോൺട്രാക്റ്റ് സൈസ് നമ്മൾ പറഞ്ഞു, പ്രൈസ് കൊട്ടേഷൻ പറഞ്ഞു, ടിക്ക് സൈസ് പറഞ്ഞു, ആൻഡ് പ്രൈസ് ലിമിറ്റ്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു നമ്മുടെ ഫോർവേഡിനെ അപേക്ഷിച്ച് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടേംസുകൾ കുറച്ചധികം ഉണ്ട്. ഇനി ദ നെക്സ്റ്റ് ടേം ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഫ്യൂച്ചർ ഈസ് പൊസിഷൻ ലിമിറ്റ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ദാറ്റ് ഈസ് അപ്പോൾ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ സിക്സ്ത്, അപ്പോൾ ഞാൻ ആ കണ്ടിന്യൂഷൻ നമ്പറാണ് ഇവിടെ ഇടുന്നത്. സിക്സ്ത് ഈസ് പൊസിഷൻ ലിമിറ്റ് എന്നാണ് പറയുന്നത്. പൊസിഷൻ ലിമിറ്റ് വൺ ഓഫ് ദി ടേം യൂസ്ഡ് ഇൻ ഇതിൽ യൂസ് ചെയ്യുന്നതാണ്, നമ്മുടെ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ദിസ് പൊസിഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊസിഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് these are the limits upon the maximum number of contracts an individual client or a member broker may hold. ഒരു നമ്മൾ പറഞ്ഞില്ല ഇതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പർ, അതായത് മെമ്പറോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് ഇത്ര നമ്പർ ഓഫ് കോൺട്രാക്റ്റ് കയ്യിലെടുക്കാൻ പാടുള്ളൂ, ഒരു മാക്സിമം നമ്പർ, അതിൽ കൂടുതലായാൽ പറ്റില്ല. ആ മാക്സിമം അതാണ് പൊസിഷൻ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ ഇത്ര പൊസിഷൻ അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ മാക്സിമം ലിമിറ്റിനെയാണ്. അപ്പോൾ ഇതെന്താണ്, ദിസ് ഈസ് ദി മാക്സിമം ലിമിറ്റ് എ ക്ലയൻറ്റ് ഓർ എ മെമ്പർ ബ്രോക്കർ മേ ഹോൾഡ് ഫ്യൂച്ചർ കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറയണത്. ഇത് ശരിക്കും ആര് ഫിക്സ് ചെയ്യും, ദാറ്റ് ഈസ് ഇറ്റ് വിൽ സ്പെസിഫൈഡ് ബൈ ദി നമ്മുടെ ഫ്യൂച്ചറിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് കൃത്യമായിട്ട് തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കും. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു എനി കോൺസെൻട്രേഷൻ ഓഫ് ബിസിനസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ഇതിന് വേണ്ടിയാണ്, ടു അവോയ്ഡ് കോൺസെൻട്രേഷൻ. അത് ഒരാളുടെ കയ്യിൽ തന്നെ കുറേ വന്നു പോയത്. അപ്പോൾ അത് ഒരാളെ മാത്രം അതിൻ്റെ അയാളുടെ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രം അതിൽ അല്ലെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ കയ്യിൽ മാത്രം അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. കുറേ നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സുകൾ വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരാൾ ഇത്രണേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ. പക്ഷേ അതാരും തീരുമാനിക്കും, ഫ്യൂച്ചറിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ പൊസിഷൻ ലിമിറ്റ്. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് ഈസ് ദാറ്റ് ഈസ് സ്പോട്ട് പ്രൈസ് എന്നാണ് പറയുന്നത്. സ്പോട്ട് പ്രൈസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ഇതിൻ്റെ ടേമിൻ്റെ ഒപ്പം ദാറ്റ് ഈസ് ഐ എം ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് spot price. This price is at which an asset trades in the spot or the current. ആ സ്പോട്ടിൽ അല്ലെങ്കിൽ ആ കറണ്ട് മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണ് അസറ്റ് ട്രേഡ് ചെയ്യുന്നത്, ആ പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് കറണ്ട് മാർക്കറ്റിൽ ഏത് പ്രൈസിനാണത് ട്രേഡ് ചെയ്യുന്നത്, ആ പ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്യാഷ് പ്രൈസ് ഓർ കറണ്ട് പ്രൈസ്. കണ്ടോ, ഞാൻ കറണ്ട് എന്ന് ഇവിടെ എഴുതിയിട്ട് ഇതിന് വിളിക്കുന്ന വേറെ പേരെന്താണ്, കറണ്ട് പ്രൈസ് എന്നോ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് എന്നോ പറയും. നമ്മളത് ഇപ്പോൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ആൻഡ് ദി നെക്സ്റ്റ് ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ഈസ് ഫ്യൂച്ചർ പ്രൈസ്. സ്പോട്ട് പ്രൈസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ പ്രൈസ് എന്താണെന്ന് അറിയാം. എന്താണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, this is the price at which the future contracts are traded in the future market. ഫ്യൂച്ചർ മാർക്കറ്റിൽ നമ്മുടെ ഈ പറയുന്ന കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ഏതാണോ ആ പ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദാറ്റ് വി കോൾ ഇറ്റ് ആസ് ഫ്യൂച്ചർ പ്രൈസ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഇസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദി ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ട്രേഡ്സ് ഇൻ ദി ഫ്യൂച്ചർ മാർക്കറ്റ്. ക്ലിയർ. നെക്സ്റ്റ് പറയണതാണ് ദാറ്റ് ഈസ് എക്സ്പയറി ഡേറ്റ്. എക്സ്പയറി ഡേറ്റ് ഇതൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര ഡീറ്റെയിലൊന്നും പോകണ്ട. എക്സ്പയറി ഡേറ്റ് എന്തായിരിക്കും, ഫ്യൂച്ചർ കോൺട്രാക്ട് എന്നാണ് എക്സ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് ദ ഡേറ്റ് സ്പെസിഫൈഡ് ഇൻ ദി ഫ്യൂച്ചർ കോൺട്രാക്ട്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നതായിരിക്കും, സ്പെസിഫൈ ചെയ്ത് കൃത്യം ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കും. ആ ഡേറ്റ് ആണ് എന്ത്, ദാറ്റ് ഈസ് ദി expiry date. This is the last day on which the contract will be traded. At the end of this, the contract will get expired. Last date എന്നാണോ കോൺട്രാക്ട്. അപ്പോൾ ദാറ്റ് ഈസ് എന്താണ് സെപ്റ്റംബർ 30, ദാറ്റ് ഈസ് 2021 ആണ് പറഞ്ഞെങ്കിൽ ഈ സെപ്റ്റംബർ 30, 2021 ആ ഫ്യൂച്ചർ കോൺട്രാക്ട് അവസാനിക്കും. അപ്പോൾ ആ ഡേറ്റിനാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ. ആൻഡ് ദി നെക്സ്റ്റ് ഈസ്
ബേസിസ്. നെക്സ്റ്റ് ടേം ആണ്, ദാറ്റ് ഈസ് ദ 10th ടേം യൂസ് ദിസ് ബേസിസ്. എന്താണ് ഈ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫ്യൂച്ചർ പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പഠിച്ചു വെക്കുക. എന്താണ് ഞാൻ എഫ് പി എന്ന് വരുന്നത് ഫ്യൂച്ചർ പ്രൈസ് മൈനസ് ഏത് പ്രൈസും തമ്മിലാണ് സ്പോട്ട് പ്രൈസ്. അപ്പോൾ നമ്മൾ എന്താണ് സ്പോട്ട് പ്രൈസ് എന്നും എന്താണ് ഫ്യൂച്ചർ പ്രൈസ് എന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താണ് സ്പോട്ട് പ്രൈസ് എന്നും എന്താണ് ഫ്യൂച്ചർ പ്രൈസ് എന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂച്ചർ പ്രൈസിൽ നിന്ന് സ്പോട്ട് പ്രൈസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് വി വിൽ ഗെറ്റ് ബേസിസ്. അതാണ് ബേസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മീൻസ് ദാറ്റ് ഫ്യൂച്ചർ പ്രൈസസ് നോർമലി എക്സീഡ് സ്പോട്ട് പ്രൈസസ്. കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗർ വരും. അപ്പോൾ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് എപ്പോഴും കൂടുതലായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഫ്യൂച്ചർ പ്രൈസ് കുറവും സ്പോട്ട് പ്രൈസ് കൂടി പോയാൽ നെഗറ്റീവ് ഫിഗറിലേക്ക്. അപ്പോൾ യൂഷ്വൽ കേസസിൽ ദിസ് മീൻസ് ദാറ്റ് ഫ്യൂച്ചർ പ്രൈസസ് നോർമലി എക്സീഡ്സ് എസ് പി എന്ന് എഴുതുമ്പോൾ ദാറ്റ് ഇസ് സ്പോട്ട് പ്രൈസ് ആണ് കേട്ടോ. സെല്ലിംഗ് പ്രൈസ് ഒന്നും വിചാരിക്കരുതേ, ദാറ്റ് ഈസ് സ്പോട്ട് പ്രൈസ് ആണ്. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ബേസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു നോർമൽ മാർക്കറ്റിൽ എന്തായിരിക്കും ബേസിസ് എപ്പോഴും എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ബേസിസ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ കാരണം എപ്പോഴും ഫ്യൂച്ചർ പ്രൈസ് എപ്പോഴും സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ടേംസ്. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ദ 10th ദാറ്റ് ഈസ് ബേസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് ടേം ഞാൻ പറഞ്ഞതിൽ ഒരുപാട് ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ദ നെക്സ്റ്റ് ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാരി. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ദ 11th വൺ, കോസ്റ്റ് ഓഫ് ക്യാരി. കോസ്റ്റ് ഓഫ് ക്യാരി എന്താണ് ഈ കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുകയാണെങ്കിൽ ദിസ് മെഷേഴ്സ് സ്റ്റോറേജ് കോസ്റ്റ് പ്ലസ് എന്താണെന്നാണ് പറയുന്നത് സ്റ്റോറേജ് കോസ്റ്റ്. സ്റ്റോറേജ് കോസ്റ്റ് അപ്പോൾ ഏതെങ്കിലും ഒരു എമൗണ്ട് ആണെന്ന് വിചാരിക്കുക കേട്ടോ. സ്റ്റോറേജ് കോസ്റ്റ് ഇസിക്കൽ ടു ഞാൻ എക്സ് ഇടുന്നു. സ്റ്റോറേജ് കോസ്റ്റ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് പ്ലസ്. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? ദാറ്റ് ഈസ് ആഡ് ചെയ്യുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് പെയ്ഡ് ടു ഫിനാൻസ് ദി അസറ്റ്. നമ്മൾ ഈ അസറ്റ് വാങ്ങിക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ കടമെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണ്? ഈ ഒരു അസറ്റ് ഫിനാൻസ് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ ലോൺ എടുക്കേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇൻകം ഏൺഡ് ഓൺ ദി അസറ്റ്. നമ്മളിനി ഈ അസറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻകം കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഇൻകം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പോൾ അതങ്ങനെ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാരി എന്നുള്ളത് നിങ്ങൾക്ക് സെൻറ്റൻസ് ആക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കും. എന്താണ് പറയുന്നത്? സ്റ്റോറേജ് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? നമ്മൾ പ്ലസ് എന്ത് ആഡ് ചെയ്തു? ഇൻട്രസ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൽ നമ്മൾ എന്ത് കുറച്ചു? നമുക്ക് എത്രയാണ് ആ അസറ്റ് യൂസ് ചെയ്ത് എത്ര ഇൻകം കിട്ടി അത് നമ്മൾ കുറയ്ക്കും. അതാണ് ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ പ്രോബ്ലം വൈസുകളൊന്നും ഇപ്പോൾ നമുക്ക് ചെയ്യാനൊന്നുമില്ല. പക്ഷെ നമ്മൾ തിയററ്റിക്കലി അത് അറിഞ്ഞിരിക്കുക വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാരി എന്നുള്ളത്. അപ്പോൾ അത്ര തന്നെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ദ ടേം ദാറ്റ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് ദ 12th ടേം, ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഈസ് ദി നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് outstanding. Open interest എന്ന് പറഞ്ഞപ്പോൾ the next term that we are going to discuss about is the open interest. Open interest is the number of future contracts outstanding. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്? നമുക്ക് എന്താണ്? ലയബിലിറ്റി ആണ്. നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ് ഔട്ട്സ്റ്റാൻഡിങ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഓപ്പൺ കോൺട്രാക്ട്സ് ഓർ കോൺട്രാക്ട്സ് റിമെയിൻ ടു ബി സെറ്റിൽഡ്. ഇനി എത്ര എണ്ണം സെറ്റിൽ ചെയ്യാൻ നിൽക്കുന്നു കേട്ടോ? റിമെയിൻസ് ടു ബി എത്ര, അതായത് അൺസെറ്റിൽഡ് എത്ര നമ്പർ ഓഫ് കോൺട്രാക്റ്റുകൾ സെറ്റിൽ ചെയ്യാണ്ട് എക്സ്പയർ ഡേറ്റ് ആവാത്തത് കൊണ്ടോ ഒക്കെ സെറ്റിൽ ആവാതെ നിൽക്കുന്നുണ്ടായിരിക്കും. ആ സെറ്റിൽ ആവാത്ത എത്ര ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ടോ ആ നമ്പർ, എത്ര നമ്പറാണോ അതിന് ഇതിൽ വിളിക്കുന്ന ഒരു ടേമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം ചെറിയ ചെറിയ രീതിയിൽ ലെക്ചർ നോട്ട് എഴുതി പോവുകയും ചെയ്യും. അപ്പോൾ ഞാനോട് എഴുതിയിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ദാറ്റ് ഈസ് അൺസെറ്റിൽഡ്, സെറ്റിൽ ചെയ്യാത്തത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ 13th ഈസ് ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ട്?
ഫോർവേഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ. എന്താണ് ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം രണ്ട് പാർട്ടീസാണുള്ളത്. ബയർ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് കറക്റ്റ് കേട്ടിട്ടുള്ളവരാണെങ്കിൽ, ഫോർവേഡ് കറക്റ്റ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാം ആരാണ് ഷോർട്ടിൽ ആരാണ് ലോങ്ങിൽ നിൽക്കുന്നത് എന്നുള്ളത്. രണ്ട് പാർട്ടീസേ ഉണ്ടാവുള്ളൂ, ബയറും സെല്ലറും. എപ്പോഴും ആരായിരിക്കും? ബയർ ആയിരിക്കും എന്തിലുണ്ടായിരിക്കുക? ദാറ്റ് ഈസ് ലോങ് പൊസിഷനിലുണ്ടായിരിക്കുക. ലോങ്ങിൽ എപ്പോഴും ആരുണ്ടായിരിക്കുക? ബയർ ലോങ് പൊസിഷനിലും. ആരായിരിക്കും ഷോർട്ട് പൊസിഷനിലുണ്ടായിരിക്കുക? സെല്ലർ. എസ് നോർത്ത് വെച്ചാൽ മതി. ഷോർട്ട് ആണെങ്കിൽ സെല്ലർ എന്നുള്ളത് ഓർത്താൽ മതി. ദ ബയർ ഇസ് സെറ്റ് ടു ഹാവ് എ ലോങ് പൊസിഷൻ ആൻഡ് ദി സെല്ലർ ഇസ് സെറ്റ് ടു ഹാവ് ഇൻ എ ഷോർട്ട് പൊസിഷൻ. ക്ലിയർ? അപ്പോൾ അതാണ് ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ. ആൻഡ് ദി നെക്സ്റ്റ് ടേം ദാറ്റ് ഈസ് യൂസ്ഡ്, ദാറ്റ് ഈസ് ദ 14th ടേം that is used is open position എന്നാണ് പറയുന്നത്. ഇതാണ് ഓപ്പൺ പൊസിഷൻ. ഓപ്പൺ പൊസിഷൻ എന്താണ് ഈ ഓപ്പൺ പൊസിഷൻ എന്ന് പറയണമെങ്കിൽ? ഓപ്പൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലോങ് ഓർ ഷോർട്ട് പൊസിഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ലോങ് എന്ന്, എന്താണ് ഷോർട്ട് പൊസിഷൻ എന്ന്. ആ ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ഓർ അൺസെറ്റിൽഡ് ഇൻ വേരിയസ് ഡെറിവേറ്റീവ് കോൺട്രാക്ട് ഈസ് കോൾഡ് ആൻ ഓപ്പൺ പൊസിഷൻ. അപ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത്, അതായത് അൺസെറ്റിൽ ചെയ്യാതെ നിൽക്കുന്ന ലോങ് പൊസിഷൻ ആയാലും ശരി ഷോർട്ട് പൊസിഷൻ ആയാലും ശരി. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബയറും, ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ ഞാനതാണ് പിന്നീട് ഡീറ്റെയിലേക്ക് പോകാത്ത ഫോർവേഡ് എടുത്തപ്പോൾ ഞാൻ എന്താണ് ഷോർട്ട് പൊസിഷൻ എന്താണ് ലോങ് പൊസിഷൻ എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അത്രയും തന്നെ നിങ്ങൾക്ക് അതിന് പഠിച്ചു വയ്ക്കുന്നത്. നമുക്ക് ഭയങ്കര ഡീറ്റെയിലേക്കും എക്സാമ്പിളിലേക്കൊന്നും പോകണ്ട. അത്രയ്ക്കൊന്നും നമുക്കതൊക്കെ ആ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ അൺസെറ്റിൽ ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു മൊത്തം അൺസെറ്റിൽ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അതിന് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് ഓപ്പൺ പൊസിഷനാണ്, ഓപ്പണായി നിൽക്കുന്നുണ്ട്. അതായത് ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അത് അൺസെറ്റിൽഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോൾഡ് ഇറ്റ് ആസ് open position. Clear? But these are all the terms that is commonly used in futures. അപ്പോൾ ഒരു 14 ടേംസുകൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഫോർവേഡ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും കേട്ടോ. ഒന്നുകൂടിയും കുറച്ചും കൂടിയും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കോംപ്ലക്സിറ്റി ഉള്ളതാണ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനൊരു കമ്പാരിസനൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്വയം പറയേണ്ടതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് ടേംസ് എഴുതിയെടുത്ത് കാണുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതും ഈ പറഞ്ഞതുമായിട്ടുള്ള ടേംസുകൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. ദാറ്റ് ഈസ് നോട്ടിൽ എഴുതി വെച്ചോളൂ. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ്. ഇതാണ് നെക്സ്റ്റ് ഈസ് types of futures. Types of futures. Types of futures. അപ്പോൾ നമ്മൾ അതാണ് നെക്സ്റ്റ് ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്. മെയിൻലി മനസ്സിലാക്കാം, അതായത് ഫ്യൂച്ചേഴ്സിനെ അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തത്. എങ്ങനെയാണ്? ദാറ്റ് ഈസ് അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിസിൽ ഫ്യൂച്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദാറ്റ് ഈസ് 2. രണ്ടാക്കി നമുക്ക് തിരിക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ദാറ്റ് ഈസ് കമോഡിറ്റി ഫ്യൂച്ചർ. കമോഡിറ്റി ഫ്യൂച്ചർ. ആൻഡ് ദി സെക്കൻഡ് ഈസ് ഏതായിരിക്കും? കമോഡിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് ഈസ് ഫിനാൻഷ്യൽ ഫ്യൂച്ചർ. കമോഡിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. അപ്പോൾ നമുക്ക് എന്താണ് പറയുന്നത്? അപ്പോൾ മെയിൻലി ദർ ആർ ഓൺ ദ ബേസ് ഓഫ് അണ്ടർലൈങ് അസറ്റ് ഫ്യൂച്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ദ ഫസ്റ്റ് ഈസ് കമോഡിറ്റി ആൻഡ് ദി സെക്കൻഡ് ഈസ് ഫിനാൻഷ്യൽ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കമോഡിറ്റി എന്നുള്ളത് പഠിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഫിനാൻഷ്യലിൻ്റെ ഡിസ്കഷനിലേക്ക് പോകാം കേട്ടോ. എന്താണ് കമോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ കമോഡിറ്റി ഫ്യൂച്ചർ ഈസ് ആൻ എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട് ടു ബൈ ഓർ സെൽ സ്റ്റാൻഡേർഡൈസ്ഡ് എന്നുള്ള ടേം കേട്ടോ. ഫ്യൂച്ചറിൽ എപ്പോഴും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വഴിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ബൈ ഓർ സെൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഫിസിക്കൽ കമോഡിറ്റീസ് ഫോർ ഡെലിവറി ഓൺ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് ആൻ എഗ്രീഡ് പ്രൈസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അറിയുന്നതാണ്. ഒരു എഗ്രീഡ് പ്രൈസിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് ബയറും സെല്ലറും എന്ത് ചെയ്യുന്നത്? ഇത് വിൽക്കാനുള്ളൊരു കോൺട്രാക്ട് തയ്യാറാക്കുന്നത്. അതാണ് ഫ്യൂച്ചർ എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഒരു ഫിസിക്കൽ കമോഡിറ്റി ആയിരിക്കും. എന്താണ്? ഒരു ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് വി ക്യാൻ സി അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ കമോഡിറ്റി ആയിരിക്കും. ഫിസിക്കൽ എന്നുള്ളതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത് പറഞ്ഞത്. അപ്പോൾ ഈ കമോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്റ്റ് ആണ്. എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് കമോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ആ കോൺട്രാക്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുക? ടു ബൈ ഓർ സെൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ കമോഡിറ്റി. സ്റ്റാൻഡർഡൈസ് ചെയ്ത ഫിസിക്കൽ കമോഡിറ്റി ഫോർ ഡെലിവറി ഓൺ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് ആൻ എഗ്രീഡ് പ്രൈസ്.
അപ്പോൾ ഈ ഒരു കേസിൽ കമോഡിറ്റി ഫ്യൂച്ചറിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യണത് ദാറ്റ് വി ആർ ക്ലാസിഫൈങ് ഇൻ ടു കമോഡിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നമുക്ക് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. കമോഡിറ്റി ഫ്യൂച്ചറിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് കമോഡിറ്റി. കണ്ടോ, കമോഡിറ്റിയാണ് അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കമോഡിറ്റി തന്നെയാണ്. ആൻഡ് കോൺട്രാക്ട്സ് ആർ അവൈലബിൾ ഇൻ ഇന്ത്യ. ഇനിയിപ്പോൾ ഇന്ത്യയിലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഇതുമ്പോൾ എന്തിൻ്റെയൊക്കെ ബേസിസിൽ കിട്ടും? ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അവൈലബിൾ ഓൺ അഗ്രികൾച്ചറൽ കമോഡിറ്റീസ്. ഇതിൻ്റെ ബേസിസിലാണ് ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ കമോഡിറ്റീസിൻ്റെ ബേസിസിൽ കിട്ടുന്നത്. അതായത് വീറ്റ്, റൈസ്, കോഫി, ഷുഗർ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ടീ, പെപ്പർ, കോട്ടൺ, കോക്കനട്ട് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ അഗ്രികൾച്ചർ പ്രോഡക്ട്സുകളാണ് അല്ലേ. അപ്പോൾ അതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന വീറ്റ് ഇതൊക്കെ കമോഡിറ്റികൾ ദാറ്റ് ഈസ് അണ്ടർലൈങ് അസറ്റുകളാകാം. അതിൻ്റെ ബേസിൽ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റൽസുകൾ, അതായത് ഗോൾഡ്, സിൽവർ, എന്താണ് അങ്ങനെയുള്ള മെറ്റൽസിൻ്റെ ബേസിസിൽ ഇതൊക്കെ നമുക്ക് എന്താണ് ദാറ്റ് ഈസ് ഇന്ത്യയിൽ കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആണ്. ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഓൺ ഓയിൽ മേലുള്ളതും ഓയിലും ദാറ്റ് ഈസ് വൺ ഓഫ് ദി കമോഡിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. ആൻഡ് അറ്റ് പ്രസൻറ്റ് ദർ ആർ, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഞാൻ റെഫർ ചെയ്തപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 22 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നോക്കിയപ്പോൾ ദാറ്റ് ഈസ് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് കമോഡിറ്റി എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 19 രജിസ്റ്റേർഡ് ആയിട്ടുള്ളതുണ്ടെന്നാണ് പറയുന്നത്. 19 രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള കമോഡിറ്റി എക്സ്ചേഞ്ചസ് ഇന്ത്യയിലുണ്ട്. 19 എണ്ണം കേട്ടോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമോഡിറ്റി എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 19 ആണെന്നുള്ളത് എന്ത് ചെയ്ത് ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് പഠിക്കുകയല്ലോ. അപ്പോൾ 19 എണ്ണമാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമോഡിറ്റി എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് എന്തെങ്കിലും ഓർത്ത് വെക്കേണ്ടത് ഫിസിക്കൽ സ്റ്റാൻഡർഡൈസ് ഫിസിക്കൽ കമോഡിറ്റി ആയിരിക്കും. അണ്ടർലൈങ് അസറ്റ് കമോഡിറ്റിയാണ്. ഇന്ത്യയിൽ ഏതാണ്? അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ മെറ്റൽസ്, ഓയിൽ, ഇതൊക്കെ കമോഡിറ്റി ആയിട്ട് നമ്മൾ അണ്ടർലൈങ് അസറ്റായിട്ട് എടുക്കാറുണ്ട്. ഇന്ത്യയിൽ 19 രജിസ്റ്റേർഡ് എന്താണുള്ളത് ദാറ്റ് ഈസ് കമോഡിറ്റി എക്സ്ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ എന്താണ് കമോഡിറ്റി ഫ്യൂച്ചർ എന്നുള്ളത്. ആൻഡ് ദി സെക്കൻഡ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് അവിടെ കിടന്നോട്ടെ, നമുക്ക് അതിൻ്റെ ബേസിസിൽ രണ്ടാമത്തിലേക്ക് പോകാം. ദാറ്റ് ഈസ് സെക്കൻഡ് ഈസ് എന്താണ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം തന്നെ എന്താണ് ഇറ്റ് എഗെയിൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മനസ്സിലാക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് കറൻസി, സെക്കൻഡ് ഈസ് സ്റ്റോക്ക്, ആൻഡ് ദി തേർഡ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ്, and the fourth one is index futures. ഇത് ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിനെ അഗൈൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് കറൻസി, സെക്കൻഡ് ഈസ് സ്റ്റോക്ക്, തേർഡ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ്, ആൻഡ് ദി ഫോർത്ത് ഈസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഫിനാൻഷ്യൽ ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ്, അപ്പോൾ എല്ലാത്തിനും സ്റ്റാൻഡേർഡൈസ് എന്നുള്ളത് നമ്മൾ ഫ്യൂച്ചറിൽ കൂടെ കൂട്ടും. സ്റ്റാൻഡേർഡൈസ്, ലീഗലി എൻഫോഴ്സബിൾ, നിയമപരമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഫോർവേഡ് കോൺട്രാക്റ്റുകളാണ് എന്താ ട്രേഡഡ് ഓൺ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്യൂച്ചർ, അത് എന്താണ് ഫ്യൂച്ചർ എക്സ്ചേഞ്ചസ് വഴി ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൾ ഇറ്റ് ആസ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. എന്താണ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് പറയുന്നത്? ഫ്യൂച്ചർ എന്ന് പറഞ്ഞെങ്കിൽ ഓരോന്നായിട്ട് ഓർത്താൽ മതി. ആ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, ലീഗലി എൻഫോഴ്സബിൾ ആണ്, ലീഗലി എൻഫോഴ്സബിൾ ആയിട്ടുള്ള ഫോർവേഡ് കോൺട്രാക്റ്റ്. ശ്രദ്ധിക്കട്ടോ, ലീഗലി എൻഫോഴ്സബിൾ ഫോർവേഡ് പോലെ തന്നെയാണ് ഫ്യൂച്ചർ. അതൊന്ന് എന്താണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പോവുകയാണെങ്കിൽ അതിനെ ഫ്യൂച്ചർ എന്നും, അല്ലെങ്കിൽ OTC വഴിയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോർവേഡ് എന്ന് വിളിക്കും. അപ്പോൾ അതാണ് അത് പറയാനുള്ള കാരണം. ലീഗലി എൻഫോഴ്സബിൾ ചെയ്യാൻ പറ്റുന്ന ഫോർവേഡ് കോൺട്രാക്റ്റുകളാണ് ദാറ്റ് ഈസ് എവിടെ ട്രേഡ് ചെയ്യും? ട്രേഡ് ഓൺ എക്സ്ചേഞ്ചസ് ആർ കോൾഡ് ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അണ്ടർലൈങ് അസറ്റ് നമ്മൾ നേരത്തെ കമോഡിറ്റിക്ക് അണ്ടർലൈങ് അസറ്റ് എന്താണെന്ന് പറഞ്ഞു? കമോഡിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അതാണ് നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത്. എന്തായിരിക്കും? ഫിനാൻഷ്യൽ അസറ്റ്സുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകളോ ആയിരിക്കും. ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകളായിരിക്കും അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്.
അതന്നെ ഇതിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ അതാണ് അതിൽ വരുന്നത് കേട്ടോ. ഈ ക്ലാസിഫിക്കേഷനാണ് ആ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകളായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതനുസരിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പഠിച്ചു പോകുന്നതാണ് ട്രഷറി ബില്ല്, CP കമേഴ്ഷ്യൽ പേപ്പേഴ്സ് അല്ലേ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുന്നത് ഏതായിരിക്കും നമുക്ക് ഇത് അണ്ടർലൈങ് അസറ്റിനുള്ള എക്സാമ്പിൾസുകളായിട്ട് പറയാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കറൻസി ഫസ്റ്റ് എന്താണ് കറൻസി ഫ്യൂച്ചർ? കറൻസി ഫ്യൂച്ചേഴ്സ് ആർ ദോസ് വേർ ദി അണ്ടർലൈങ് അസറ്റ് ആർ. അപ്പോൾ കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻസി ഫ്യൂച്ചേഴ്സ് ആർ ദോസ് വേർ ദി അണ്ടർലൈങ് അസറ്റ്സ് ആർ കറൻസീസ്. ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? കറൻസി ആയിരിക്കും. അത്ര തന്നെ നമുക്ക് അറിയേണ്ടോ കേട്ടോ. ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഓൺ വേരിയസ് കറൻസീസ് ആർ അവൈലബിൾ ഇൻ മേജർ സെൻറ്റേഴ്സ് സച്ച് ആസ് ചിക്കാഗോ, ലണ്ടൻ, സിംഗപ്പൂർ എക്സെട്ര. അവിടെയൊക്കെ നമുക്ക് കറൻസി ഫ്യൂച്ചേഴ്സുകൾ അവൈലബിൾ ആണ്. നെക്സ്റ്റ് എന്താണ്? സ്റ്റോക്ക് ഫ്യൂച്ചർ. അപ്പോൾ കറൻസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കറൻസിയിൽ അണ്ടർലൈങ് അസറ്റ് എന്ത് തന്നെയായിരിക്കും? കറൻസി തന്നെയായിരിക്കും. ഇനി നെക്സ്റ്റ് എന്താണ്? സ്റ്റോക്ക്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആർ ദോസ് വേർ ദി അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? അണ്ടർലൈങ് അസറ്റ് സ്റ്റോക്ക് തന്നെയായിരിക്കും. അണ്ടർലൈങ് അസറ്റ് സ്റ്റോക്ക് തന്നെയുള്ളതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻ ദി ഇയർ 1882. അപ്പോൾ അതൊരു ലെക്ചർ നോട്ടായിട്ട് ഇങ്ങനെ വേഗം ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. 1882 ബൈ കൻസാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് എന്നാണ് പറയുന്നത്. 1882 കൻസാസ് KANSAS സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് അവിടെയാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയണമെങ്കിൽ ദാറ്റ് ഈസ് ഓൺ, ഞാനിവിടെ എഴുതുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ടിട്ട് ഇവിടെ എഴുതാം. ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദാറ്റ് ഈസ് ഇൻ ദി ഇയർ ദാറ്റ് ഈസ് ജൂൺ 12, 2000 നമ്മുടെ അവിടെ അത് എന്ത് ചെയ്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അടുത്ത കാലത്താണ് അല്ലേ, 2000 ജൂൺ 12, 2000 ഇന്ത്യയിൽ എന്ത് ചെയ്ത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം നവംബർ 9, 2001 ഓൺ സെലക്ട് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് അറ്റ് NSEയിലും 2001 അത് NSEയിലും വന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ആണ്. വാട്ട് ഈസ് സ്റ്റോക്ക് ഫ്യൂച്ചർ എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി മൂന്നാമത്തെ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ. ഇതൊക്കെ ഇത്ര തന്നെയാണ്. അപ്പോൾ എളുപ്പത്തിനാണ് ഞാനിതിങ്ങനെ ഓർമ്മ നിങ്ങൾക്ക് വരാനാണ് പെട്ടെന്ന് ഞാനവിടെ എഴുതി കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് ആർ ദോസ് ഫ്യൂച്ചേഴ്സ് വേർ ദി അണ്ടർലൈങ് അസറ്റ് ആർ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻ ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് were introduced on June 24, 2003 at NSE. എവിടെയാണ്? ഇന്ത്യയിൽ. ഏത് ഇയറിലാണ് ചെയ്തത്? ദാറ്റ് ഈസ് ഓൺ ജൂൺ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ജൂൺ 24, 2003 2003 ജൂൺ 24, 2003 NSEയിൽ. NSE എന്ന് പറഞ്ഞാൽ ഏതാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് കൊണ്ടുവന്നത്. പക്ഷേ അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നാണ് പറയണത്. അതിനുശേഷം അതിനെ റീലോഞ്ച് ചെയ്തു. അപ്പോൾ ആദ്യം 2003 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ NSEയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ അതിനെ വീണ്ടും ഒന്ന് റീലോഞ്ച് ചെയ്തു. ഓഗസ്റ്റ് 31, 2003 അതിനൊന്ന് റീലോഞ്ച് ചെയ്തു വിത്ത് മോഡിഫിക്കേഷൻ ടു ദ അണ്ടർലൈങ് അസറ്റ് ആൻഡ് കോൺട്രാക്ട് ഫീച്ചേഴ്സ്. ആ കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സിലൊക്കെ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ആ ഇയറിൽ തന്നെ ഓഗസ്റ്റ് 31 അത് എന്ത് ചെയ്തു എന്നാണ് പറയണത്, അതിനൊന്ന് റീലോഞ്ച് ചെയ്തു. അതൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കേട്ടോ. അപ്പോൾ അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. ദ ഫോർത്ത് ഈസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ എന്തായിരിക്കും? ദീസ് ആർ ദ ഫ്യൂച്ചേഴ്സ് വേർ ദി അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? സ്റ്റോക്ക് ഇൻഡിസസ് ആയിരിക്കും. അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് സ്റ്റോക്ക് ഇൻഡിസസ്. അപ്പോൾ സ്റ്റോക്ക് ഇൻഡിസസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയിട്ടുള്ളതാണ് കേട്ടോ. വാട്ട് ഈസ് സ്റ്റോക്ക് ഇൻഡിസസ്? സ്റ്റോക്ക് ഇൻഡിസസ് ഞാൻ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവേ. നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇൻഡെക്സ് ഫ്യൂച്ചറിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് പറഞ്ഞു നമ്മൾ. ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ. ഇതിൻ്റെ എന്തായിരിക്കും? സ്റ്റോക്ക് ഇൻഡിസസ്. സ്റ്റോക്ക് ഇൻഡിസസ് ആയിരിക്കും ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുമ്പോൾ. ഈ സ്റ്റോക്ക് ഇൻഡിസസ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോയിട്ട് ഏതൊക്കെയാണ്? BSE സെൻസെക്സ്, നിഫ്റ്റി അല്ലെ, NSEയുടെ നിഫ്റ്റി, BSEയുടെ സെൻസെക്സ് ഒക്കെയാണ് സ്റ്റോക്ക് ഇൻഡിസസ്. അതായിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്.
ക്ലിയർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ടെണ്ണം കമോഡിറ്റി ആൻഡ് ഫിനാൻഷ്യൽ. ഫിനാൻഷ്യൽ ബി ക്ലാസിഫൈഡ് ഇൻറ്റു കറൻസി, സ്റ്റോക്ക്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഡെക്സ്, ഫ്യൂച്ചേഴ്സ്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഏകദേശം അത്രയൊക്കെയാണ് നമുക്ക് എന്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടോ, ദാറ്റ് ഈസ് ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അബൌട്ട് ക്ലിയറിംഗ് ഹൗസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫ്യൂച്ചേഴ്സിലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചസുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ക്ലിയറിംഗ് ഹൗസസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് പറഞ്ഞു തരാം എന്താണ് ക്ലിയറിംഗ് ഹൗസ് എന്നുള്ളത് ക്ലിയറായി നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പറയാം എന്നുള്ളത്. ക്ലിയറിംഗ് ഹൗസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണ്, വാട്ട് ഈസ് ക്ലിയറിംഗ് ഹൗസ്. ഓക്കെ, ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച്. ആര് തമ്മിലാണ്, ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ആരും തമ്മിലാണ്, ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച്. ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എക്സ്ചേഞ്ചും സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഉണ്ടായിരിക്കും, ഫ്യൂച്ചർ എക്സ്ചേഞ്ചും ഉണ്ടായിരിക്കും, അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ ഇടയിൽ ആക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, അവരുടെ ഇടയിൽ ഇടനിലമായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്. ആൻഡ് ക്ലിയറിംഗ് ഹൗസ് കുറിച്ച് ഒന്നുകൂടി അപ്പോൾ ആദ്യം തന്നെ നമ്മളത് മനസ്സിലാക്കുക ഇൻ്റർമീഡിയറി ആണെന്നുള്ളത്. ഇതൊരു സെപ്പറേറ്റ് ബോഡി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് എൻ ഇൻ്റർമീഡിയറി ആണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ബോഡിയാണ്. എന്താണ് പറയണത്, ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ബോഡി ഓർ പാർട്ട്, ഒരു പ്രത്യേക വിഭാഗമാണ്, സെപ്പറേറ്റ് ബോഡി ഓർ പാർട്ട് ഓഫ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച്. ഫ്യൂച്ചർ എക്സ്ചേഞ്ചസിൻ്റെ ഒരു സെപ്പറേറ്റ് ബോഡി അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പാർട്ടാണ്. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ തന്നെയാണ് ക്ലിയറിംഗ് ഹൗസിനെ കുറിച്ച് എഴുതി വെക്കേണ്ടത്. ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നത് പാർട്ടാണ്. പിന്നെന്താണ്, ഒരു ക്ലിയറിംഗ് ഹൗസിനകത്ത് എന്തുണ്ടായിരിക്കും, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലിയറിംഗ് ബ്രോക്കേഴ്സ്. എന്നാണ് വിളിക്കുന്നത്, ക്ലിയറിംഗ് ബ്രോക്കേഴ്സ്. അപ്പോൾ ആരാണ് ക്ലിയറിംഗ് ബ്രോക്കേഴ്സ് എന്ന് ചോദിച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് മെമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ്. ഞാൻ ഇവിടെ സൈഡിൽ ചെറുതാക്കി എഴുതുന്നുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ക്ലിയറിംഗ് ഹൗസിനെ നമ്മൾ ഒന്നിച്ച് വിളിക്കുക എന്താണ്, ക്ലിയറിംഗ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. സെല്ലർ, ഓക്കെ, സെല്ലർ ഉണ്ടായിരിക്കും. സെല്ലർ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഡെലിവേഴ്സ് ടു ദി ക്ലിയറിംഗ് ഹൗസ്. സെല്ലർ ആർക്ക് ഡെലിവർ ചെയ്യുന്നു, ക്ലിയറിംഗ് ഹൗസ് ആയിരുന്നല്ല, ക്ലിയറിംഗ് ഹൗസിലേക്ക് ഡെലിവർ ചെയ്യുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു ദി ബയർ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ലർ ആർക്ക് ഡെലിവർ ചെയ്യുന്നു, ഇവിടേക്ക് ആദ്യം ഡെലിവർ ചെയ്യുന്നത് ക്ലിയറിംഗ് ഹൗസിലേക്ക് ഡെലിവർ ചെയ്യുന്നു. ക്ലിയറിംഗ് ഹൗസ് എന്നത് വീണ്ടും ആർക്ക് ഡെലിവർ ചെയ്യുന്നു, ബയർക്ക് ഡെലിവർ ചെയ്യുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എളുപ്പമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഒരു ക്ലിയറിംഗ് ഹൗസിൽ ക്ലിയറിംഗ് ഹൗസിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ പറഞ്ഞു ഇറ്റ്സ് ആൻ ആക്ട് ആസ് എൻ ഇൻ്റർമീഡിയറി ആണെന്ന് പറഞ്ഞു. ആൻഡ് എന്താണ് ക്ലിയറിംഗ് ഹൗസിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ക്ലിയറിംഗ് ഹൗസസ് വേണമെന്ന് പറഞ്ഞാൽ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് ദി ഫ്യൂച്ചർ ട്രേഡിംഗ്. ഫ്യൂച്ചർ ട്രേഡിങ്ങിൻ്റെ സ്മൂത്ത് ഓപ്പറേഷൻ നടക്കും. എന്താണ് സ്മൂത്ത് ഓപ്പറേഷൻ, സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് എന്താണ്, ദാറ്റ് ഈസ് ഫ്യൂച്ചർ ട്രേഡിംഗ് ഒന്ന് സ്മൂത്തായിട്ടൊന്ന് ഡെലിവറി നടക്കണം, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് അതിൻ്റെ പെർഫോമൻസ് നടക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താ ആവശ്യമാണ്, ഒരു ഇടനില, ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറി ആവശ്യമാണ്. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് മെയിൻ പർപ്പസ് ഓഫ് ക്ലിയറിംഗ് ഹൗസ്. അപ്പോൾ ക്ലിയറിംഗ് ഹൗസിൽ ഇത്രയും തന്നെ നമുക്ക് അറിയാനുള്ളൂ. ഇതൊരു സെപ്പറേറ്റ് ബോഡി ഓർ പാർട്ടായിരിക്കും. ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച്. ഇതിലുള്ള മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്ലിയറിംഗ് ബ്രോക്കേഴ്സ് എന്നുള്ളത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് ദി ഫ്യൂച്ചർ എക്സ്ചേഞ്ചസ്. ആൻഡ് ഇതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സെല്ലർ ക്ലിയറിംഗ് ഹൗസിലേക്ക് ഡെലിവർ ചെയ്യുന്നു, ക്ലിയറിംഗ് ഹൗസിൽ നിന്നത് എവിടേക്ക് കൊടുക്കുന്നു, ബയറുടെ കയ്യിലേക്ക് എത്തുന്നു. ക്ലിയർ. അപ്പോൾ അതാണ് ഇത്രയൊക്കെ നമുക്ക് ഏകദേശം വാട്ട് ഈസ് ക്ലിയറിംഗ് ഹൗസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാവുന്ന കാര്യങ്ങളായിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ദാറ്റ് ഈസ് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് പഠിച്ചു വെച്ച് പോകേണ്ടതെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്ലിയറിംഗ് ഹൗസ്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ക്ലിയറിംഗ് ഹൗസ്. എന്തൊക്കെയാണ് ക്ലിയറിംഗ് ഹൗസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ക്ലിയറിംഗ് ഹൗസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ പറയുന്നത് എന്താണ്, ഇറ്റ് പ്രൊവൈഡ്സ് എ
ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് എ ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ. ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ ഫോർ ട്രേഡേഴ്സ് ടു സെറ്റിൽ ദയർ കോൺട്രാക്ട്സ്. ട്രേഡേഴ്സിന് അവരുടെ കോൺട്രാക്ട് സെറ്റിൽ ചെയ്യാനുള്ള എളുപ്പത്തിൽ വളരെ ക്വിക്കായിട്ടും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള വേ ഏത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ക്ലിയറിംഗ് ഹൗസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഇതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ബോഡിയാണ്. അത് ആ ഒരു ഇത് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കോൺട്രാക്റ്റുകൾ സെറ്റിൽ ചെയ്യും. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ എന്ന് നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുമ്പോൾ എഴുതാം, നോട്ട് അയച്ചു തരുമ്പോൾ അത് ഫുള്ളാക്കാം. എന്താണ് നെക്സ്റ്റ് പറയണത്? It simplifies deliveries against the future contracts by matching deliveries by shorts to open. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭയങ്കര ഡീറ്റെയിലേക്ക് ഒന്നും പോകേണ്ട, എത്രയും ആലോചിച്ച് വെച്ചാൽ മതി. ഇറ്റ് സിംപ്ലിഫൈസ് ഡെലിവറീസ്. എന്താണ്? ഡെലിവറീസിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈസ് ഡെലിവറീസ്. സിംപ്ലിഫൈസ് ഡെലിവറീസ് എഗെയിൻസ്റ്റ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളുടെ ഡെലിവറി എന്താണ്? സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്നതും വൺ ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് ദ തേർഡ് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് യൂണിഫോം ആൻഡ് കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡീഫോൾട്ട് ഓൺ കോൺട്രാക്ട്സ് ബൈ ഗ്യാരണ്ടിങ് ദ പെർഫോമൻസ് ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട്. നമ്മൾ പറഞ്ഞത് അതിനെ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു ബയറുടെയും സെല്ലറിൻ്റെ ഇടയിൽ, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെയും എക്സ്ചേഞ്ചിൻ്റെ ഇടയിലുള്ളൊരു ആക്ട് ചെയ്യുന്ന ഒരു ഇതാണ്, ഒരു പാർട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഡിഫോൾട്ട് വരികയാണ്, ആൾ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ അത് ആ ഒരു വ്യക്തിക്ക് അതുകൊണ്ട് മറ്റേ വ്യക്തിക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, ഇങ്ങനെ ഡീഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്കൊരു പ്രൊട്ടക്ഷൻ. കാരണം ക്ലിയറിംഗ് ഹൗസ് തന്നെ അത് മാച്ചിങ് ആയിട്ടുള്ള ആളുകൾ എന്താണ് ഇൻവെസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ ബയറിനെയോ കണ്ടെത്തിയിട്ട് അത് എന്ത് ചെയ്തോളും, ആ ട്രേഡ് ക്ലോസ് ചെയ്തോളും അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്തോളും. അപ്പോൾ അതാണ് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് യൂണിഫോം ആൻഡ് കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ. യൂണിഫോം ആൻഡ് കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ. അതായത് ഏതെങ്കിലും ഒരാൾ ഡീഫോൾട്ട് ചെയ്താൽ ഒരാളെങ്കിലും അതിൽ നിന്ന് പിന്മാറുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഗ്യാരണ്ടിയാണ് ക്ലിയറിംഗ് ഹൗസ് ഏറ്റെടുത്തോളും. അതിൻ്റെ ആ ഒരു റിസ്ക് വരാതെ ക്ലിയറിംഗ് ഹൗസ് അത് ഏറ്റെടുത്തോളും. അതനുസരിച്ച് ആ കോൺട്രാക്റ്റ് ഫുൾഫിൽമെൻറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ തേർഡ് ഫംഗ്ഷൻ. ആൻഡ് ദി ഫോർത്ത് ഫംഗ്ഷൻ എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് സെറ്റിൽസ് ദ ഡേ ടു ഡേ ട്രേഡിംഗ് റിസൾട്ട്സ്. എന്താണ്? ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് സെറ്റിൽസ് ഡേ ടു ഡേ എന്നും നടക്കുന്ന ഡേ ടു ഡേ ട്രേഡിംഗ് റിസൾട്ട്സുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്ത് പോകും. അത് ക്ലിയറിംഗ് ഹൗസിൻ്റെ ഒരു വൺ ഓഫ് ഫംഗ്ഷനാണ്. ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് സെറ്റിൽസ് ദി ഡേ ടു ഡേ എന്താണെന്നാണ് പറയുന്നത്? ട്രേഡിങ്ങിൻ്റെ റിസൾട്ടുകൾ എന്താണെന്നുള്ളത് അത് കൃത്യമായി റെക്കോർഡ് ചെയ്ത് അത് കൃത്യമായിട്ട് സെറ്റിൽ ചെയ്ത് അന്നു തന്നെ സെറ്റിൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് ഫംഗ്ഷനാണ്. ആൻഡ് എന്താണ്? ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് ഫംഗ്ഷൻ ഈസ് ദാറ്റ് ഇറ്റ് ആക്ട്സ് ആസ് എ കൗണ്ടർ പാർട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫ്യൂച്ചേഴ്സിന് ഒരു ഇതുണ്ട്, കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. ഫോർവേഡിന് അതുണ്ട്. ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനാണ് ഫ്യൂച്ചർ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, ഇറ്റ് ആക്ട് ആസ് എ ലീഗലായിട്ട് കേട്ടോ, ലീഗൽ എന്നും കൂടി ഉണ്ട് അവിടെ. ഇറ്റ് ആക്ട് ആസ് എ ലീഗലായിട്ട് നിയമപരമായിട്ടൊരു കൗണ്ടർ പാർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്നു ടു ദ ബയർ ആസ് വെൽ ആസ് ടു ദ സെല്ലർ. സെല്ലറിനായാലും ശരി ബയറിനായാലും ശരി എന്താണ്? ഇതൊരു ലീഗൽ കൗണ്ടർ പാർട്ടി ആയിട്ട് ക്ലിയറിംഗ് ഹൗസ് ആക്ട് ചെയ്തോളും. ദീസ് ആർ ഓൾ ദി ഫങ്ഷൻസ് ഓഫ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്? ക്ലിയറിംഗ് ഹൗസ്. അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് പറയുന്നത്? ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ ടു സെറ്റിൽ ദെയർ കോൺട്രാക്ട്സ്. ഇറ്റ് സിംപ്ലിഫൈസ് ദ ഡെലിവറി against future contracts by matching deliveries match ചെയ്തുകൊണ്ട് സെറ്റിൽ ചെയ്യുന്നു. പിന്നെ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് യൂണിഫോം ആൻഡ് കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിനെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തോളും. ഈ റെക്കോർഡ്സ് ആൻഡ് സെറ്റിൽസ് ഡേ ടു ഡേ ട്രേഡിംഗ് റിസൾട്ട്സ് ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ലീഗൽ കൗണ്ടർ പാർട്ടി ടു ദ ബയർ ആസ് വെൽ ആസ് ടു ദ സെല്ലർ. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇതോടുകൂടി ഫ്യൂച്ചർ എന്നുള്ളത് നമ്മുടെ ഏകദേശം ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ആൻ അസൈൻമെൻറ്റ് ഫോർ ദിസ് ക്ലാസ്, നിങ്ങളുടെ ക്ലാസ്സിലേക്കുള്ളൊരു അസൈൻമെൻറ്റ് എന്ന് പറയണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ് എ നോട്ട് ഓൺ, ഞാൻ ബോർഡിൽ ആ ടോപ്പിക്ക് ഞാൻ എഴുതിയിടാം. യു ഹാവ് ടു മേക്ക് എ നോട്ട് ഓൺ differences between
differences between forwards and futures. You have to make a note on differences between forwards and futures. ട്ടോ അതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? യു ഹാവ് ടു റൈറ്റ് എ നോട്ട് ഓൺ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. അത് ബോർഡിൽ കൃത്യമായിട്ട് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ക്ലാസ്സിലുള്ള നിങ്ങളുടെ വർക്കാണ്. ഒരു 4 പോയിൻ്റെങ്കിലും മിനിമം വേണം. മിനിമം ദാറ്റ് ഈസ് 4 പോയിൻറ്റ്സ് എങ്കിലും ആവശ്യം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു.